നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഈവനിംഗ് പോഡ്കാസ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ വിപണിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു സൈഡ് വേസിലാണ് ഇപ്പോൾ ഇന്ത്യൻ വിപണി പോയിക്കൊണ്ടിരിക്കുന്നത്. കൃത്യമായിട്ടുള്ള ഒരു ബ്രേക്ക് ഔട്ടോ ബ്രേക്ക് ഡൗണോ നമുക്ക് ഉണ്ടായിട്ടില്ല. ഇന്നത്തെ കാര്യം തന്നെ എടുത്താൽ 25,900 താഴെയായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. വിപണിയിൽ ഒരു വിൽപ്പന സമ്മർദ്ദമാണ് കണ്ടത്. നിഫ്റ്റി 50-ലെ 50-ൽ 38 ഓഹരികളും ഇടിഞ്ഞ് തന്നെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. കൂടാതെ ഇപ്പോൾ ഫോക്കസിലുള്ള രൂപയുടെ മൂല്യം ഡോളറിനെതിരെ 91.08 എന്ന റെക്കോർഡ് താഴ്ന്ന നിലയിലെത്തി. കൂടാതെ കഴിഞ്ഞ 5 സെഷനുകളിലായി രൂപ ഏകദേശം 1% ഇടിവുണ്ടാക്കിയിരിക്കുന്നു. റുപ്പി പുതിയ റെക്കോർഡിലോട്ട് ടച്ച് ചെയ്യുമ്പോൾ ബാങ്കുകൾ, ധനകാര്യ സ്ഥാപനങ്ങൾ തുടങ്ങിയവയാണ് കൂടുതൽ സമ്മർദ്ദത്തിലാകുന്നത്. റുപ്പി പുതിയ റെക്കോർഡിലോട്ട് ടച്ച് ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട ആശങ്കകളായി വരുന്നത് ഇറക്കുമതി ചെലവ് വർദ്ധിക്കുന്നു, പണപ്പെരുപ്പ സാധ്യത വർദ്ധിക്കുന്നു. കൂടാതെ RBI നിരക്ക് കുറയ്ക്കലിന്റെ വേഗത ഒരുപക്ഷെ കുറയ്ക്കാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ബാങ്കുകൾ, NBFCകൾ തുടങ്ങിയ സെക്ടറുകൾ ഇന്ന് പ്രധാനമായും നെഗറ്റീവിലേക്ക് പോയത്. റുപ്പി പുതിയ റെക്കോർഡിലോട്ട് ടച്ച് ചെയ്യുമ്പോഴും മാർക്കറ്റിനെ സംബന്ധിച്ച് ഒരു പ്രതീക്ഷ നൽകുന്നത് IT സെക്ടറാണ്. കയറ്റുമതിക്ക് നേരിയ പിന്തുണയാണ് ഇതുവഴി ലഭിക്കുന്നത്. പക്ഷേ IT സെക്ടറും നെഗറ്റീവിൽ തന്നെയായിരുന്നു ക്ലോസ് ചെയ്തത്. ഇനി പ്രധാനമായി ഇടിവുണ്ടാക്കിയ ചില സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഒന്ന് ആക്സിസ് ബാങ്ക് ആയിരുന്നു. നിഫ്റ്റി 50-ൽ കൂടുതൽ ഇടിവുണ്ടാക്കിയ ഒരു സ്റ്റോക്ക് ഇതാണ്. മൂന്നാം പാദത്തിൽ NIM സമ്മർദ്ദം തുടരുന്നതായി മാനേജ്മെന്റ് കമന്ററി റിപ്പോർട്ട് ചെയ്തതോടെയാണ് സ്റ്റോക്ക് ഇടിഞ്ഞത്. ഇനി മിഡ് ക്യാപ് സെഗ്മെന്റിൽ കൂടുതൽ ഇടിവുണ്ടാക്കിയ ചില സ്റ്റോക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ PB ഫിൻടെക്, ഭാരത് ഡൈനാമിക്സ്, സെയിൽ തുടങ്ങിയവയായിരുന്നു. 3 മുതൽ 5% വരെയാണ് ഇടിവുണ്ടാക്കിയത്. ഇനി മറ്റ് സ്റ്റോക്കുകൾ നോക്കാം. RBL ബാങ്ക് 1% ഇടിവാണ് ഉണ്ടാക്കിയത്. CFO രാജി 2025 ഡിസംബർ 15 മുതൽ പ്രാബല്യത്തിൽ വരും എന്ന വാർത്ത പുറത്തു വന്നതാണ് സ്റ്റോക്ക് ഇടിയാൻ കാരണമായത്. ഓല ഇലക്ട്രിക് 8% ഇടിഞ്ഞത്. നേട്ടമുണ്ടാക്കിയ ഒരു സ്റ്റോക്ക് വേദാന്തയായിരുന്നു. താഴ്ന്ന നിലയിൽ നിന്ന് ഏകദേശം 5% ഉയർന്നു. NCLT ഡീമർജർ പദ്ധതി അംഗീകരിച്ചതിന് ശേഷമാണ് സ്റ്റോക്ക് ഉയർന്നത്. ഭാരതി എയർടെൽ, മോർഗൻ സ്റ്റാൻലി ടാർഗറ്റ് പ്രൈസ് ഉയർത്തിയതാണ് സ്റ്റോക്ക് ഉയരാൻ കാരണമായത്. ഇപാക് ഡ്യൂറബിൾസ് എന്ന കമ്പനി ലിസ്റ്റ് ചെയ്തതിന് ശേഷം ഏറ്റവും നല്ല ഒരു നേട്ടമുണ്ടാക്കി, 16% ആണ് ഉയർന്നത്. ഇതുകൂടാതെ പാർലമെന്റിൽ ഫിനാൻസ് മിനിസ്റ്ററിന്റെ അഭിപ്രായങ്ങൾക്ക് ശേഷം വളം ഓഹരികൾ നേട്ടമുണ്ടാക്കി. FICT 5% ഉയർന്നു. ഇനി ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഒരു സ്റ്റോക്ക് നാഷണൽ അലുമിനിയം കമ്പനി ലിമിറ്റഡ് ആണ്. നാൽക്കോ എന്ന കമ്പനിയാണ്. സ്റ്റോക്കിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പുതിയ ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്ത് ഇപ്പോൾ സ്റ്റോക്കിൽ ഒരു ബ്രേക്ക് ഔട്ട് കൂടി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സ്റ്റോക്കിനെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് തന്നെ പറയാം. അതിന് മുന്നേ നമ്മുടെ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. നാൽക്കോ എന്ന സ്റ്റോക്കിനെ കുറിച്ച് പറയാം. സ്റ്റോക്ക് ഇപ്പോൾ ഉള്ളത് പ്രധാനപ്പെട്ട ഒരു സപ്ലൈ സോണിലാണ്. 272 മുതൽ 276 വരെയാണ് ഈ ഒരു സോണുള്ളത്. ഈ സോണിനെ കുറിച്ച് കൂടുതലായി പറയുകയാണെങ്കിൽ നവംബർ 2025-ലും അതിനുശേഷം ഡിസംബർ 5-ാം തീയതി 4-5 തീയതികളിൽ ഈ സോണിൽ ടച്ച് ചെയ്തതിന് ശേഷം ഒരു റിവേഴ്സൽ വരികയുണ്ടായി. അതിനുശേഷം പിന്നീട് ഇപ്പോൾ ഈ സോണിന് മുകളിലായിട്ടാണ് സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഒരു ബ്രേക്ക് ഔട്ട് കൂടി വന്നിട്ടുണ്ട്. ഈ സോണിന് മുകളിലായിട്ട് ഒരു ക്ലോസിംഗ് വെച്ചിട്ടുണ്ട്. പക്ഷേ ഡോജി ക്യാൻഡിലുകളാണ് ഇപ്പോൾ ഫോം ആയിക്കൊണ്ടിരിക്കുന്നത്. സ്റ്റോക്കിനെ കുറിച്ച് കൂടുതലായി പറയുകയാണെങ്കിൽ ഈ ഒരു ബ്രേക്ക് ഔട്ട് നടന്ന ഏരിയയിൽ നല്ല വോളിയം എക്സ്പാൻഷൻ കാണുന്നത് നല്ലൊരു പോസിറ്റീവ് സൈനായിട്ട് തന്നെ കാണാം. ഇനി നമ്മൾ നവംബർ 4-5 തീയതികളിൽ ഈ ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്തതിന് ശേഷം പിന്നീട് ഒരു റിവേഴ്സൽ വന്നു എന്ന് പറഞ്ഞിരുന്നു. ആ റിവേഴ്സൽ പ്രീവിയസ് ഓൾ ടൈം ഹൈ ലെവലിൽ ഒന്ന് ടച്ച് ചെയ്തതിന് ശേഷം വീണ്ടും നല്ല ഒരു റിവേഴ്സൽ ലഭിച്ചു. നല്ലൊരു പോസിറ്റീവ് സൈൻ തന്നെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ നിലയിൽ നമ്മൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് ആവാൻ സാധ്യതയുള്ളത് 290-ഉം സെക്കൻഡ് ടാർഗറ്റ് ആവാൻ സാധ്യതയുള്ളത് 305-ഉമാണ്. ഇനി ഒരുപക്ഷെ ഒരു സ്റ്റോപ്പ് ലോസ് ആവാൻ സാധ്യതയുള്ളത് 268-ഉമാണ്. മറ്റൊരു സ്റ്റോക്കിലേക്ക് വരാം. നെറ്റ്വെബ് ടെക്നോളജീസ് ഇന്ത്യ ലിമിറ്റഡ് എന്ന സ്റ്റോക്കാണ്. സ്റ്റോക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ഒരു കറക്ഷന് ശേഷം ഇപ്പോൾ ഒരു റിവേഴ്സൽ സ്റ്റോക്കിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. സ്റ്റോക്കിനെ സംബന്ധിച്ച് ഒരു ഡിമാൻഡ് സോണായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് 2986 മുതൽ 3055 വരെയുള്ള ആ ഒരു സോണാണ്. സെപ്റ്റംബർ 2025-ൽ ഇതേ സോണിൽ ടച്ച് ചെയ്തതിന് ശേഷം ചെറിയ ഒരു റിവേഴ്സൽ വന്ന് വീണ്ടും പുതിയ ഓൾ ടൈം ഹൈ ഏകദേശം 33% ഉയർന്ന് 4469 വരെ സ്റ്റോക്ക് അപ്പായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഒരു വലിയ ഫോളിന് ശേഷമുള്ള ഒരു റിവേഴ്സലാണ് ഇപ്പോൾ നമുക്ക് സ്റ്റോക്കിൽ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ തന്നെ ഈ ഒരു മേജർ സപ്പോർട്ട് ഏരിയയിൽ നിന്ന് ഏകദേശം 10% സ്റ്റോക്ക് ഉയർന്നിട്ടുണ്ട്. സ്റ്റോക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ ഒരു ടാർഗറ്റ് ആവാൻ സാധ്യതയുള്ളത് 3485-ഉം സ്റ്റോപ്പ് ലോസ് ആവാൻ സാധ്യതയുള്ളത് 3157-ഉമാണ്. ഈ സ്റ്റോക്കുകൾ ഇവിടെ നമ്മൾ പറയുന്നത് കൂടുതലായിട്ട് നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വിധേയമാക്കാൻ വേണ്ടിയാണ്.
ഒരിക്കലും ഇത് ഒരു റെക്കമെൻഡേഷൻ അല്ല, ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല ഈ പറയുന്നത്. സ്റ്റോക്കുകൾ കൂടുതലായി നിങ്ങൾ ഇൻഡെപ്തിൽ പഠിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇത്തരത്തിൽ ചെയ്യുന്നത്. കൂടാതെ ഇത്തരത്തിൽ സ്റ്റോക്കുകൾ നമ്മൾ നമ്മുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ഷെയർ ചെയ്യുമ്പോൾ അത് ഒരു കൃത്യമായിട്ടുള്ള ബ്രേക്ക് ഔട്ട് ആണോ, കൂടാതെ അത് ഫണ്ടമെൻ്റലി എത്തരത്തിലാണ്, അത് സ്ട്രോങ് ആണോ, അതുപോലെ ടെക്നിക്കലി എത്തരത്തിലാണ് നിങ്ങളുടെ കാഴ്ചപ്പാടിൽ, കൂടാതെ ഒരു എക്സ്പേർട്ട് ഒപ്പീനിയൻ കൂടി എടുത്ത് മാത്രം ഒരു എൻട്രിയും എക്സിറ്റും ഒക്കെ തീരുമാനിക്കുക. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുകയാണ്. നാളെ വീണ്ടും രാവിലെ നമുക്ക് നമ്മുടെ പ്രീ മാർക്കറ്റ് വീഡിയോയുമായി കാണാം. ഇന്നിവിടെ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിൻറ്റ്, റോയിറ്റേഴ്സ്, CNBC, സി ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിലാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും ആ റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് തൊട്ടുമുകളിൽ നമ്മളിവിടെ ഒരു വാട്സാപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഒത്തിരിയേറെ സ്റ്റോക്കുകളാണ് നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നത്. അതിൻ്റെയൊക്കെ എല്ലാ ഡീറ്റെയിൽസും നമ്മളിവിടെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്, അവിടെ കൊടുക്കാറുണ്ട്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.